ആടിയല്ല ആട്. അപ്പുറത്തെ പറമ്പിൽ ആടിനെ കെട്ടിയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് തെയ്യോ പറമ്പിലും മുറ്റത്തും, തെയ്യോയും തങ്കിയും പറമ്പിലും മുറ്റത്തും ഒക്കെ ഓടിച്ചാടി നടക്കുന്നത് കേട്ടോ. തൃശ്ശൂരാകുമ്പോഴത്തേനും നമുക്ക് മുറ്റത്ത് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, റോഡിൽ തന്നെ ഇറങ്ങാൻ പറ്റത്തില്ല, നിറയെ വണ്ടിയും ആൾക്കാരും ഒക്കെയാണ്. ഇവിടെ മുറ്റത്തും റോഡിലും ഒക്കെ ആണെങ്കിലും എല്ലാവരും പരിചയമുള്ള ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് ഇത്തരം കാഴ്ചകളൊക്കെ ഇവർക്ക് കിട്ടാറുള്ളതും. തൃശ്ശൂർ വല്ല മൃഗങ്ങളെ വല്ലതും കാണണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂവിലോ അല്ലെങ്കിൽ ഫാമിലോ ഒക്കെ പോകേണ്ടി വരും കേട്ടോ. ഇവിടെ വരുമ്പോൾ പിന്നെ സാധാരണ ഗ്രാൻഡ് പേരൻസ് ഉള്ള കാരണം കൊണ്ട് അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലും കിട്ടും. അതുകൊണ്ടാണ് അവർക്ക് സാധാരണ അമ്മ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യം കാണിക്കുന്നത്. ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നാണോ വെക്കേഷൻ സ്റ്റാർട്ടാവുന്നത് അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്താറുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേക പലഹാരങ്ങളും എല്ലാം, കാരണം ഇവർക്കാണ് ഇവിടെ കൂടുതൽ പ്രയോറിറ്റി കൂടുതൽ കിട്ടാറ്. ഞാൻ എല്ലാ മാസവും തന്നെ എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് കേട്ടോ. ഒരു മാസം തന്നെ ഇരുന്നാലും അതെനിക്ക് ഒത്തിരി ഗ്യാപ്പായിട്ടുള്ളതുപോലെ കേട്ടോ തോന്നാറ്. അത്രയും ഗ്യാപ്പിട്ട് വന്നാൽ തന്നെയും കുറേ നാൾ കൂടിയിട്ട് വന്ന പോലത്തെ ഒരു ഫീലിങ്ങുമാണ്. എന്തായാലും ഈ കൊല്ലത്തെ സമ്മർ വെക്കേഷൻ ഏറെക്കുറെ അവസാനിക്കാറായി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇനി തിരിച്ചു പോകും.